ഹായ് എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെച്ചാൽ എപ്പോഴും ഇംഗ്ലീഷ് പറയുമ്പോഴത്തേക്ക് തെറ്റിപ്പോൾ, അതുകൊണ്ടാണ് ഇംഗ്ലീഷ് പറയാത്തത്. എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റുള്ള കാര്യങ്ങളൊന്നും എല്ലാ വീഡിയോസിലും പറയാറില്ല. ഞാൻ മറന്നു പോകും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇങ്ങനെ എന്താ പറയുക, സ്റ്റഡി അബ്രോഡോ, പിന്നെ നമ്മുടെ UK അപ്ഡേറ്റ്സ്, പുതിയ കോഴ്സസ്, കാര്യങ്ങൾ, യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ്, എന്താ പറയുക, ലോകത്ത് പല യൂണിവേഴ്സിറ്റി പഠിക്കുന്നതിൻ്റെ അപ്ഡേറ്റ്സ്, കാര്യങ്ങൾ, ട്രാവൽ അപ്ഡേറ്റ്സ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഞാനിങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയാണ് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ തുടങ്ങിയത്. ഞാനൊരു എന്താ പറയുക, ഒരു 1 year ബാക്കിൽ ഇങ്ങനെ വെറുതെ ഇരുന്ന സമയത്ത് തുടങ്ങിയതാണ് 2023. ഇപ്പോൾ അതിൽ കുറച്ച് വീഡിയോസിൽ വ്യൂസും കാര്യങ്ങളും, ആൾക്കാർക്ക് ഡൗട്ട്സും, ചില ആൾക്കാർക്ക് ഇതും കൊണ്ട് ഒരു ഉപകാരങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങുകയാണ്. ഞാൻ ഓർത്തത് കണ്ടിന്യൂ ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഞാനിപ്പോൾ വീഡിയോസൊക്കെ കാണിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെച്ചാൽ UK ഡിപ്പെൻഡൻസ്. ഈസി ആയിട്ട് UK ഡിപ്പെൻഡൻസ് വരാൻ പറ്റിയ 2 രീതികളായിരുന്നു. നമ്മുടെ കെയർ വിസയും പിന്നെ അതുകൂടാതെ തന്നെ സ്റ്റുഡൻറ്റ് ഡിപ്പെൻഡൻറ്റും. ഇത് രണ്ടും നിലവിൽ ഇപ്പോൾ UK ഗവൺമെൻറ് നിർത്തിയേക്കുവാണ്. ഇതിന് പ്രധാനമായിട്ട് നമുക്കെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷൻ തന്നെയാണ്. ഇപ്പോൾ ഓരോ രാജ്യത്തും നമ്മൾ എന്താ പറയുക, നമ്മൾ UK പറ്റി നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ എത്ര നാളായിട്ട് ഇവിടെ എന്താ പറയുക, ലേബർ പാർട്ടിയാണ് ഇപ്പോൾ ഭരിക്കുന്നത്. ലേബർ പാർട്ടി ഭരിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഞാൻ ഈ പറയുന്നതിൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിലോ അതോ ഞാൻ പറയുന്ന കാര്യങ്ങൾ റോങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ ആ കമൻറ്റ് പിൻ ചെയ്യുന്നതായിരിക്കും. നമുക്കൊരു തർക്കത്തിന് വേണ്ടിയില്ല, മറ്റുള്ളവർ ഉപകാരത്തിന് വേണ്ടി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ആൾക്കാരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരിക്കലും ഞാൻ എന്താ പറയുക, ആ ഒരു സെൻസിൽ മാത്രമേ എടുക്കത്തുള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാനതിൽ പിൻ ചെയ്യുന്നതായിരിക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ വന്ന ഒരു രീതിയിൽ കെയർ വിസയുടെ ഡിപ്പെൻഡൻസും ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റി. ഒത്തിരി ആൾക്കാർക്ക് പുതിയ ലൈഫ് ഉണ്ടായി, പുതിയ കരിയർ ഉണ്ടായി, പിന്നെ എന്താ പറയുക, നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കി ഒത്തിരി ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ അതൊന്നും പറ്റത്തില്ല. പക്ഷേ എന്താ പറയുക, ഈ ഡിപ്പെൻഡൻസിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഫാമിലി ആയിട്ട് വന്ന ആൾക്കാർക്ക് ഡിപ്പെൻഡൻസുമായിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റി, അവരുടെ ഫാമിലി ഇവിടെ എത്താൻ പറ്റി, അങ്ങനെ പല ഗുണങ്ങളുണ്ടായി. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറിജിനൽ സ്റ്റുഡൻസ് മീൻസ് കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞ് 21ാമത്തെ വയസ്സ് UK മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ, അവരാണ് ഒറിജിനൽ സ്റ്റുഡൻസ്. ഫാമിലി ആയിട്ട് 27ാമത്തെ വയസ്സ് UK വരുന്ന ആൾക്കാരല്ല. ഒറിജിനൽ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് എപ്പോഴും ഈ ഒരു ഡിപ്പെൻഡൻസ് കാര്യങ്ങൾ നടത്തിയത് പോസിറ്റീവാണ്. കാരണം ഒരു ഡിപ്പെൻഡൻറ്റ് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ 2 പേരുടെ ജോലി, അതായത് ഒരു ഡിപ്പെൻഡൻറ്റ് വിസ വരുമ്പോഴത്തേക്കും 3 സ്റ്റുഡൻസിൻ്റെ ജോലിയാണ് പോണത്. ഒരു ഡിപ്പെൻഡൻസ് ഉള്ള ഫാമിലി ആയിട്ട് ഒരാൾ സ്റ്റുഡൻ്റ് ആയിട്ട് UK വരുമ്പോൾ നേരെ കുറച്ച് 3 സ്റ്റുഡൻസിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഒരു ഡിപ്പെൻഡൻറ്റ് ഫാമിലി വരാതിരുന്നു കഴിഞ്ഞാൽ. കെയർ വിസയിലെ ആൾക്കാർ വരാതെ കഴിഞ്ഞാൽ അതിലേറെ നല്ലത്. കാരണം 2 ഫുൾ ടൈമേഴ്സ് ഇല്ലാതാകുമ്പോഴത്തേക്കും സ്റ്റുഡൻസിന് അത്ര നല്ല ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ വിചാരിക്കും ഇവൻ എന്തിനാണ് സ്റ്റുഡൻസ് എന്ന് പറയും. ശരി, ഞാനൊരു സ്റ്റുഡൻ്റായിട്ട് വന്നുകൊണ്ട് അതിൻ്റെ സ്ട്രഗിൾ എന്താണെന്ന് അറിയുന്നുണ്ട്. ഞാനിപ്പോൾ UK 2 വർഷമായിട്ട് സ്റ്റുഡൻ്റാണ്. ഞാനൊരു ബാച്ചിലേഴ്സ് കോഴ്സാണ് UK പഠിക്കുന്നത്. അപ്പോൾ സ്റ്റുഡൻസായിട്ട് വരുന്ന ആൾക്കാർ ഇത്രയും പൈസ മുടക്കി വരുമ്പോൾ അവർക്ക് ഗുണം ഉണ്ടാവണം എന്നുള്ളതും ഒരു സ്റ്റുഡൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ എനിക്ക് തോന്നും. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ പറയുന്നത്. അല്ലാണ്ട് ഞാനൊരു സ്വജനപക്ഷപാതമോ അല്ലെങ്കിൽ എന്താ പറയുക, സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആ രീതി സംസാരിച്ചാൽ എല്ലാവരും നന്നാവണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ മനസ്സിൽ. പക്ഷേ നമുക്ക് എന്താ പറയുക, ഒത്തിരി പൈസ മുടക്കി കഷ്ടപ്പെട്ട് ഒത്തിരി ആഗ്രഹങ്ങളായിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരുടെയും ആഗ്രഹങ്ങൾക്ക് ഒരു പ്രയോറിറ്റി കൊടുത്ത് ഞാൻ സംസാരിച്ചതേ ഉള്ളൂ. അപ്പോൾ ആ ഡിപ്പെൻഡൻറ്റ് വിസയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് UK. ഇനിയിപ്പോൾ ഡിപ്പെൻഡൻസ് വിസ ഉള്ളതെന്ന് വെച്ചാൽ NHS ജോലി ഉള്ളവർക്കും സാലറി ത്രഷോൾഡ് കൂടുതൽ ഉള്ളവർക്ക്, അതായത് ഈ 30 വർക്ക് പെർമിറ്റിൽ വന്ന് സാലറി ത്രഷോൾഡ് 35,000 വേണ്ട സാലറി ത്രഷോൾഡുള്ള, എങ്ങനെ ആ സാലറി ത്രഷോൾഡിൽ എത്താം, അല്ലെങ്കിൽ എങ്ങനെ ജോലികൾ കണ്ടുപിടിക്കാം, ഇത്രയും സാലറി ത്രഷോൾഡ്, എന്തൊക്കെ ജോലികൾക്കാണ് ഇത്രയും സാലറി ത്രഷോൾഡ് ഉള്ളത്, ഇതിനെപ്പറ്റിയൊക്കെയുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. നിങ്ങളപ്പോൾ ഇങ്ങനെയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും UK മറ്റുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കും മറ്റുള്ള രാജ്യങ്ങളിലെ സ്റ്റഡി അബ്രോഡ് പരമായ ഡൗട്ട്സും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൂടാണ് ഇനി എന്തെങ്കിലും കാര്യത്തെ പറ്റി വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ജോബിനെ പറ്റി വീഡിയോ ചെയ്യണം, ഉറപ്പായിട്ടും ഞാൻ വീക്ക് ഡേയ്സിൽ ഫ്രീ ആണ്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ട് ഉറപ്പായിട്ടും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ എന്താ പറയുക, നിങ്ങളുടെ സ്നേഹം എന്താ പറയുക, സബ്സ്ക്രിപ്ഷനായിട്ടും ലൈക്കായിട്ടും നിങ്ങൾ അറിയിക്കുക. പിന്നെ ഈ വീഡിയോസ് മറ്റാർക്കെങ്കിലും ഉപകാരപ്പെടും നിങ്ങൾക്കൊരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്ര നാൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തതിനും ഇനി മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിശ്വാസത്തിൽ. താങ്ക് യു എവരിവൺ.